ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടത്തിലെ 1-ാം വാരം ബുധൻ. നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഈശോ ശിമയോന്റെ ഭാര്യമാതാവിനെ സുഖപ്പെടുത്തുന്നതും അതിൻ്റെ അനന്തരഫലമായി അവിടെ അനേകം രോഗികൾ എത്തിച്ചേരുന്നതും അവരെ സുഖപ്പെടുത്തിയതിനു ശേഷം ഈശോ അവിടെ തങ്ങി നിൽക്കാതെ അടുത്ത പട്ടണത്തിലേക്ക് യാത്രയാകുന്നതും നാം സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുന്നു. മനസ്സുകൊണ്ട് ഇഷ്ടം തോന്നിയിട്ടുള്ള കഥയിൽ ഒരു ചെറുപ്പക്കാരൻ അബദ്ധവശാൽ ഇരുളിൽ സഞ്ചരിച്ചതുകൊണ്ടോ ആവശ്യമില്ലാത്ത തിരക്കുകൊണ്ടോ ഓടുന്നതിനാൽ ഒരു ഗർത്തത്തിൽ വന്നു വീഴുന്നു. ആരും രക്ഷിക്കാതെ ആകുമ്പോൾ ഒടുവിലായി ഈശോ ആ ഗർത്തത്തിന് സമീപത്തെത്തുന്നു. ആ ഗർത്തത്തിലേക്ക് ഇറങ്ങി യുവാവിനെ രക്ഷിക്കുന്നു. അതിനുശേഷം ഈശോയോട് കുശലാന്വേഷണം നടത്തുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, എന്തെങ്കിലും പറ്റിയോ? ഈശോ അതിനു നൽകുന്ന മറുപടി ധ്യാനാത്മകമാണ്. ഞാൻ ആരെങ്കിലും സഹായിക്കുമ്പോൾ എനിക്ക് എത്ര മുറിവ് പറ്റി എന്ന് എണ്ണി നോക്കാറില്ല, മറിച്ച് എത്ര മുറിവുകൾ എനിക്ക് ഉണക്കാൻ സാധിച്ചു എന്നേ ഞാൻ എണ്ണി നോക്കാറുള്ളൂ. ഒരു പുഴയെ പുഴയാക്കി മാറ്റുന്നത് അതിൻ്റെ ഒഴുക്കാണ്. ദൈവത്തിൽ നിന്ന് പ്രവഹിച്ച മനോഹരമായ പുഴയായിരുന്നു ഈശോ. ഒരു പുഴയെ പുഴയാക്കി മാറ്റുന്നത് അതിൻ്റെ ഒഴുക്ക് മാത്രമല്ല, അത് പ്രഭവസ്ഥാനത്തു നിന്ന് എത്തിച്ചേരേണ്ട ഇടത്തേക്ക് എത്തിച്ചേരുമ്പോൾ കൂടിയാണ് അതൊരു പുഴയായി മാറുന്നത്. ഇന്നത്തെ സുവിശേഷം നാം വായിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച്, മനുഷ്യരെ സംബന്ധിച്ച് അംഗീകാരം ലഭിക്കുക എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നതാണ്. ഈശോയെ സംബന്ധിച്ചും തീർച്ചയായും ഈശോ നൽകുന്ന രോഗശാന്തി കണ്ടതിനു ശേഷം എത്തിച്ചേരുന്ന ജനക്കൂട്ടവും ആൾത്തിരക്കും അംഗീകാരവും ഈശോയെ അവിടെ തന്നെ കെട്ടി നിർത്താൻ പ്രേരിപ്പിക്കുന്ന ഒന്നായിരിക്കണം. പക്ഷേ ഈശോയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു താൻ എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന്. ആ ബോധ്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആർജവത്തോടുകൂടി ഈശോ താൻ ആയിരിക്കുന്നിടത്ത് കെട്ടി നിൽക്കാതെ ആയിരിക്കേണ്ടിടത്തേക്ക് യാത്രയാകുന്നു. എന്തിനു വേണ്ടി താൻ വന്നു എന്നുള്ള ബോധ്യമാണ് ഈശോയെ അതിന് പ്രേരിപ്പിക്കുന്നത്. നമ്മളും ഒഴുകുന്നവരാണ്. നമ്മൾ അനുദിനം ഇങ്ങനെ ജീവിതത്തിൻ്റെ ഒഴുക്കിൽപ്പെടുന്നവരാണ്. പക്ഷേ ഈശോയെ നമ്മിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് നമ്മൾ പലപ്പോഴും ഒഴുകുന്നത് നമുക്കിഷ്ടമുള്ളിടത്തേക്ക് മാത്രമാണ് എന്നുള്ള ഒരു വസ്തുതയാണ്. പക്ഷേ ഈശോ ഒഴുകുന്നത് താൻ എങ്ങോട്ടാണോ ഒഴുകേണ്ടത് ആ ഇടത്തേക്കാണ്. നമുക്ക് നമ്മുടെ ജീവിതമാകുന്ന ഈ ഒഴുക്കിനെ ഒന്ന് പരിശോധിക്കാം. ഞാൻ ഒഴുകേണ്ട ഇടത്തേക്കു തന്നെയാണോ ഒഴുകുന്നത്? ഞാൻ ഒഴുകേണ്ട പോലെ തന്നെയാണോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ എത്തിച്ചേരേണ്ട ഇടങ്ങളിൽ ഞാൻ എത്തിച്ചേർന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ ആകേണ്ടത് ആയിത്തീരില്ല. ഈ ഒരു ബോധ്യത്തിൽ നമുക്കും മുന്നോട്ടൊഴുകാം. ഈശോ കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് നമുക്കും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. മറന്നു പോകാതിരിക്കാം എന്തിനു വേണ്ടിയാണ് നാം ഈ ലോകത്തിൽ ആയിരിക്കുന്നത്. നമ്മുടെ ദൗത്യത്തെ ഓർമ്മിച്ചുകൊണ്ട് നമുക്കും മുന്നോട്ട് പോകാം. അതിന് ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. ആമേൻ.